പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നിലമ്പൂർ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അപ്പോൾ ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാനും നിൽക്കുന്നുണ്ട്. കാരണം ഇത് രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ളതല്ല. ഈ ഒരു MLA MP അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന തിരഞ്ഞെടുപ്പ് ഏതൊരു പൗരനും നിൽക്കാം, പ്രത്യേകിച്ച് പട്ടിണിപ്പാവങ്ങളായ ആളുകൾക്കും നിൽക്കാം എന്നുള്ളതിൻ്റെ ഒരു നിലപാടുകളാണ് ഞാൻ ഇവിടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ലക്ഷം വീട് കോളനിയിലുള്ള എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട് അല്ലേ? അതുപോലെ തന്നെ ട്രൈബൽ കോളനികളിൽ ഉടുതുണിക്കും മറുതുണിയില്ലാതെ നരകിക്കുന്ന എത്രയോ പാവങ്ങൾ, കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന രാഷ്ട്രീയക്കാരും നിയമപാലകരും ഒക്കെ നമ്മൾക്കറിയാം. ഇവരൊക്കെ വെറും ഒരു രാഷ്ട്രീയക്കാരുടെ വെറും അടിമകളാണ് സത്യത്തിൽ ഈ ഒരു ട്രൈബൽ മേഖലയിലെ, ആദിവാസി മേഖലയിലെ പാവങ്ങളായ വോട്ടർമാർ. മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരെ അവരെ ഇങ്ങനെ ചൂഷണം ചെയ്യുക എന്നല്ലാതെ അവരെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയുന്നില്ല എന്നതാണ് സത്യം. കാരണം അവർക്കായിട്ടൊരു വകുപ്പ് തന്നെയുണ്ട്, അതും എല്ലാം അഴിമതിയിൽ. കരി പിടിച്ച രണ്ട് ചട്ടിയും കലവും അതുപോലെ കീറിയ രണ്ട് പായല്ലാതെ ഈ പാവങ്ങളുടെ കുടിലിൽ ഒന്നും കാണില്ല. പിന്നെ ഇവരെ നല്ല രീതിയിലൊന്ന് ബോധവൽക്കരണം നടത്തി മദ്യത്തിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അവർക്കും അതിനും ആരുമില്ല. ഇവർക്ക് ശേഷം ഭക്തിയും ബഹുമാനവും വിനയം ഒക്കെ ഉണ്ടായി വിദ്യാഭ്യാസ മേഖലകളിലൊന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ അവിടെയും ആരുമില്ല. അങ്ങനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിപ്പെടാതെ ഇവർ വെറും നരകിക്കുന്ന വെറും ഇരുകാലി മനുഷ്യർ അല്ലെങ്കിൽ മൃഗങ്ങളാണ് സത്യത്തിൽ ഈ പാവപ്പെട്ട ട്രൈബൽ കോളനികളിലെ ഈ നമ്മുടെ സഹോദരങ്ങൾ. അവർക്ക് വേണ്ടിയാണ് ഞാൻ ശബ്ദം ഉയർത്തുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പോൾ എനിക്ക് കിട്ടുന്ന കാശ് എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ ശാന്തിക്കാരനാണ്, അതുപോലെ തന്നെ നിലമ്പൂർ സ്നേഹാലയം എന്നുള്ളൊരു ട്രസ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി നടത്തുന്ന ആളാണ്. അപ്പോൾ സുമനസ്സുകളായ ആളുകൾ തരുന്ന പണം ശരിക്കും ഈ പാവങ്ങൾക്ക്, ഇവിടെ വരുന്ന 47 അംഗങ്ങൾക്കും അതുപോലെ തന്നെ പുറമേയുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ പോലും തികയുന്നില്ല എന്നുള്ളതാണ് സത്യം. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പൂജാരിക്ക് എന്താണ് കിട്ടുക ഇന്നത്തെ കാലത്ത്. ഈ ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി ഒരു നോട്ടീസ് അടിക്കാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ അടിക്കാനോ ഒരു ഫ്ലക്സ് വയ്ക്കാനോ ഒന്നും തന്നെ സാമ്പത്തികമായി എനിക്ക് നിർവാഹമില്ല എന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇന്ത്യൻ ഗാന്ധി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു മാഷുണ്ട്, അദ്ദേഹമാണ് കെട്ടിവെക്കാനുള്ള കാശ് അദ്ദേഹത്തിൻ്റെ ശമ്പളം കിട്ടിയപ്പോൾ എനിക്ക് തന്നത്. വേറെ ആരുടെയും സഹായം സഹകരണമില്ല. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഞങ്ങളെടുത്ത ഒരു അക്കൗണ്ട് നമ്പറുണ്ട്, ആ അക്കൗണ്ട് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേയിലേക്കോ നിങ്ങളാവുന്ന ഒരു ഫ്ലക്സ് ബോർഡ് അല്ലെങ്കിൽ വേണ്ട ഒരു 100 നോട്ടീസ് അടിക്കാനെങ്കിലും നിങ്ങൾക്ക് സഹായിക്കാൻ സന്മനസ്സുള്ളവർ ദയവ് ചെയ്ത് സഹായിക്കുക. കാരണം ഇത് ഒരുപാട് ആളുകളുടെ വിശപ്പും രോഗശാന്തിക്കും അതുപോലെ ഒരുപാട് ഭക്ഷണം, വസ്ത്രം, ചികിത്സാ സഹായം ഒക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടിയാണ് ഈ ഒരു മത്സരം. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ജാതി മത രാഷ്ട്രീയ സംഘടനയ്ക്ക് അതീതമായി എല്ലാവരുടെയും സഹായം സഹകരണം ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ ചിഹ്നം കിണറാണ്. എൻ്റെ ചിഹ്നം നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവണം. 1 രൂപയാണെങ്കിൽ പോലും ഞങ്ങൾ സന്തോഷമായിട്ട് ഞാൻ സ്വീകരിക്കും. ഗൂഗിൾ പേ ചെയ്യാം. താങ്ക് യു. നമസ്കാരം.